നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നു. 24 വാർത്താ പരമ്പര തലയ്ക്കുമീതെ മരണക്കെണി. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. കെട്ടിടം അപകടാവസ്ഥയിൽ നിന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രവർത്തിക്കാത്ത കെട്ടിടം എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. 1000-ലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HM-ന്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കൊക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മിഥുനെ പോലെ ഒരുപാട് മിഥുന്മാർ ഈ കാർത്തികപ്പള്ളി പഞ്ചായത്തിലും ചിങ്ങോലി പഞ്ചായത്തിലും കേരളം ഒട്ടാകെ ഉണ്ടാവും. പണി പൂർത്തിയായ പുതിയ കെട്ടിടം തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ പ്രശ്നമുണ്ടാവില്ലായിരുന്നുവെന്ന് പ്രധാന അധ്യാപകൻ 24-നോട് പറഞ്ഞു. ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അത് അൺഫിറ്റ് കെട്ടിടമാണ്. ഇത് നമുക്ക് അൺഫിറ്റ് ആയി തന്നതിന് ശേഷം കുട്ടികളെ മുഴുവൻ നമ്മൾ താൽക്കാലികമായ ഷെഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷെഡാണ് ഇതുണ്ട് കാണുന്നതെല്ലാം നമ്മൾ താൽക്കാലിക ക്ലാസ് മുറികളാണ്. അപകടത്തിന് ശേഷം അകത്തെ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ മാറ്റിയെന്നാണ് പേരൻസ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. എത്ര നാളെ അൺഫിറ്റ് ആയിട്ട്? ഇപ്പം ജസ്റ്റ് അൺഫിറ്റ് ആക്കി തന്നതേ ഉള്ളൂ. അല്ല, കുട്ടികൾ പറയുന്നു അവിടെയായിരുന്നു ക്ലാസ് എന്ന്. അപ്പോൾ HM എന്നുള്ളതിൽ അങ്ങനെ ആണെങ്കിൽ അത് താങ്കൾ അറിയേണ്ടതല്ലേ സാർ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ലില്ല. അപ്പോൾ ഈ അകത്തെ ഈ ബോർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ തീയതികളാണ് രേഖപ്പെടുത്തി. അത് മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അധ്യാപകരെ വല്ലതും കയറി എന്തെങ്കിലും വർക്കുകൾ വല്ലതും ചെയ്തതാണെന്നുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഫയലുകളുമൊക്കെ അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. HM-ന്റെ ഓഫീസ് നിലവിൽ മറ്റൊരു കെട്ടിടത്തിൽ. അതെ. അപകടത്തിന് പിന്നാലെ സ്കൂളിൽ രക്ഷിതാക്കളെത്തി പ്രതിഷേധിച്ചു. സ്കൂളിലെ പുതിയ കെട്ടിടം ഉടൻ തുറന്ന് പ്രവർത്തിക്കാൻ കളക്ടറുടെ നിർദ്ദേശം. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അശ്വിൻ, നിലവിൽ പ്രതിഷേധം തുടരുകയാണോ? ഈ സ്കൂൾ കെട്ടിടം തുറന്ന് പ്രവർത്തിച്ചിരുന്നു, അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ? രണ്ട് രീതിയിലാണല്ലോ വാദങ്ങൾ. അശ്വിൻ, ഉന്മേഷ്, എന്തായാലും ഇപ്പോഴും സ്കൂളിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകരും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും അതിനു പുറമെ രക്ഷിതാക്കളും പ്രതിഷേധവുമായി ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് മുന്നിൽ ആ സമയം മുതൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. രണ്ട് വാദങ്ങളാണ് പ്രധാനമായും ഇപ്പോഴും ഉയരുന്നത്. ഒന്ന്, അധ്യാപകരും പ്രിൻസിപ്പളും HM-ഉം പറയുന്ന ഒരു വാദം. അത് ഈ സ്കൂൾ കെട്ടിടത്തിൽ ഒരു കുഞ്ഞു പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയിട്ടില്ല, ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ള ഔദ്യോഗികമായി ഈ സ്കൂൾ പറയുന്ന ഒരു വാദമാണ്. മറുവശത്ത് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പറയുന്ന മറ്റൊരു കാര്യം, അത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ സ്കൂളുകൾ പ്രവർത്തിച്ചെന്നും തങ്ങളുടെ കുട്ടികളെ ഈ ക്ലാസ് റൂമുകളിലേക്കാണ് കൊണ്ടുവിട്ടതെന്നും ഞങ്ങൾ അവിടെയാണ് പഠിച്ചതെന്ന് ആ കുട്ടികളും പറയുന്നു. എന്തായാലും ഇതിൽ ഏതാണ് വസ്തുത, എന്താണ് സത്യം എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഒപ്പം വസ്തുത നാടറിയട്ടെ. അതിനൊപ്പം ഇനിയിപ്പോൾ ഈ കെട്ടിടം ത്തിൻ്റെ ശോധനീയാവസ്ഥയൊക്കെ പരിഗണിച്ച് 2 മാസം മുമ്പ് ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ആ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിച്ചെങ്കിൽ അത് ഗുരുതര കുറ്റകൃത്യമാണ്. കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കലാലയമാണ്, UP സ്കൂളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിന് പുതിയൊരു കെട്ടിടം അത് നിർമ്മാണം പൂർത്തിയായി പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. അത് ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ്, ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പണി പൂർത്തിയായിരിക്കുന്ന ഒരു ബിൽഡിംഗാണ്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കെട്ടിടം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഈ സ്കൂളിൻ്റെ HM ബിജു തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പണി പൂർത്തിയായിട്ടും തുറന്നു കൊടുക്കാനാവാത്ത ഈ പുതിയ കെട്ടിടം. ഇതിൽ സ്കൂൾ പൂർണ്ണമായും ഇപ്പോൾ വിവിധ ബിൽഡിങ്ങുകളിലായി പരന്നു കിടക്കുന്ന സ്കൂൾ പൂർണ്ണമായും ആ ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കുന്ന അതിന് പ്രാപ്തിയുള്ളൊരു കെട്ടിടമാണ്. അത് പൂർണ്ണമായും ഇപ്പോഴായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പുതിയതായി അപകടത്തിന് പിന്നാലെ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശമാണ്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ പണി പൂർത്തിയായി കിടക്കുന്ന ഈ കെട്ടിടം നാളെ മുതൽ പ്രവർത്തന സജ്ജമാക്കി തുറന്നു കൊടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഈ കെട്ടിടത്തിൽ വൈദ്യുതിയുടെ കുറവ് മാത്രമാണുള്ളത്. അത് താൽക്കാലിക സംവിധാനത്തിൽ നാളെ തന്നെ ഇവിടെ താൽക്കാലിക രീതിയിൽ വൈദ്യുതി സജ്ജീകരിക്കാൻ KSEBിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ ഇടിഞ്ഞു വീണിരിക്കുന്ന ഈ കെട്ടിടം പൂർണ്ണമായും ബന്ദോബസ്തിലാക്കി അടച്ചുകെട്ടി
കുട്ടികളോ മറ്റാരും ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിലേക്ക് ആക്കണമെന്നുകൂടി ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അപകടത്തിന് പിന്നാലെയാണെങ്കിൽ പോലും ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷേധവും സംഘർഷങ്ങളും ഒക്കെ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഉന്മേഷ് മറ്റൊരു കാര്യം. ഇവിടെ കയ്യാങ്കളിയിലേക്ക് ഇവിടെയുള്ള ആളുകൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തർക്കം നടക്കുന്നു. എന്തായാലും നാളെ BJPയുടെ വലിയൊരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഇപ്പോഴാണ് എത്തിയത്. നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടും അത് തടയാനോ ഇവിടുത്തെ സംഘർഷ സാധ്യത മാറ്റാനോ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതാ പോലീസ് എത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അതുല്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. തെക്കുംഭാഗം CI ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഈ കേസ് അന്വേഷിക്കും. ഫോൺ രേഖകളും മൊഴിയും ഉടൻ ശേഖരിക്കുമെന്ന് അരുൺ രാജ് അറിയിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചും കേസെടുക്കാൻ വെല്ലുവിളിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം പള്ളൂരുത്തിയിൽ തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവനെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും വേദിയിൽ ഇരുത്തിയാണ് വെള്ളാപ്പള്ളി നിലപാട് ആവർത്തിച്ചത്. വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗും സമസ്തയും വിമർശിച്ചു. അതേസമയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രശംസിച്ച് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ രംഗത്തെത്തി. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. മുസ്ലിം സാമുദായിക നേതാക്കൾക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം കേസെടുക്കാൻ വെല്ലുവിളിയും. എന്നാൽ അതേ വേദിയിൽ വെച്ച് മന്ത്രി VN വാസവൻ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി. യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് CPIMന്റെ വെള്ളാപ്പള്ളി വിഷയത്തിലെ നിശബ്ദതയ്ക്ക് കാരണമെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത വിമർശനവുമായി സമസ്തയും മുസ്ലിം ലീഗും മുന്നോട്ട് വന്നു. കാത്തു സൂക്ഷിക്കേണ്ട സൗഹൃദത്തിന്റെ മനസ്സ് നഷ്ടപ്പെടുന്നത് ശുഭലക്ഷണമല്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ്. അതിനെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്ന് DYFIയും പ്രതികരിച്ചു. പരിശോധിച്ച ശേഷം മറുപടി പറയാം എന്ന് പറഞ്ഞാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞുമാറിയത്. 24 മലപ്പുറം. തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു. വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാരായ OR കേളുവും വീണ ജോർജും പറഞ്ഞു. ഗുരുതരാവസ്ഥയിലുള്ളയാളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു, ഏകദേശം പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ ഈ സമ്മതിക്കാത്തത് കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത്. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി OR കേളു. ഈ സമരം ഇയാളെ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം. രണ്ടാമത് ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും, വകുപ്പ് പരിശോധിക്കും. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്നും തങ്ങൾ എല്ലാവരും ചേർന്നാണ് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമീപം കീഴ്മാട് മാമ്പുഴയിൽ 20-കാരൻ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ്. കീഴ്മാട് പണ്ടാരപ്പറമ്പ് നാസിലാണ് മരിച്ചത്. ബന്ധുക്കൾക്കൊപ്പം മാമ്പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു. നീന്തുന്നതിനിടെ വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നുവെന്ന് ഗൂഗിൾ അറിയിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്നാണ്. കേബിൾ കഴുത്തിൽ കുരുങ്ങി അവിടെ സ്കൂട്ടർ യാത്രികർക്ക് പരിക്കേറ്റു. 2 പേർക്ക് പരിക്കേറ്റ വാർത്തയും അറിയിക്കുന്നുണ്ട്. UAE-യിലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിൽ നിന്ന് നേരിട്ട ക്രൂരമർദ്ദനം അതുല്യ സഹോദരിയോട് വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സതീഷ് മദ്യപിച്ച് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ സതീഷ് പൂട്ടിടുമായിരുന്നുവെന്നും സഹോദരി അഖില 24-നോട് പറഞ്ഞു. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്ന ഈ ദൃശ്യങ്ങൾ പറയും അതുല്യ നേരിട്ട പീഡനം. മർദ്ദനമേറ്റു നിലവിളിക്കുന്ന അതുല്യ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറയുന്ന സതീഷ്. ക്രൂരപീഡനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്ത്. അതുല്യ തന്നെ ചിത്രീകരിച്ച് സഹോദരി അഖിലയ്ക്ക് അയച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണിത്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മദ്യപിച്ചാൽ സതീഷ് സൈക്കോയാണെന്ന് അഖില 24-നോട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യ സതീഷ് പൂട്ടിയിടും. അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നു എന്ത് ചെയ്യാനായിട്ട് സംശയമാണ്. അതുല്യയുടേത് കൊലപാതകമാണെന്ന് മാതാവ് തുളസിബായി. സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ. അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറാട്ട്, 24, ദുബായ്. ഇപ്പോൾ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ സംഘർഷം നടക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ CPIM പ്രവർത്തകർ കൂടി എത്തിയിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയുടെ ചിത്രം കത്തിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ CPIM പ്രവർത്തകർ അവിടെ തള്ളിമാറ്റി. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് വീണിരുന്നു. ഇതിന് പിന്നാലെയാണ് അവിടെ പ്രതിഷേധമുണ്ടായത്. അവിടെയും ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ല, ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ചില കുട്ടികൾ പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്ന് അവധി ദിനമായതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് എന്നവർ പറയുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ CPIM പ്രവർത്തകർ കൂടി എത്തിയിരിക്കുന്നു. അങ്ങനെ സ്കൂളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടെ മന്ത്രി V ശിവൻകുട്ടിയുടെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രം കത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുന്നുണ്ട്. ആ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ എത്തിയ CPIM പ്രവർത്തകർ തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴ കാർത്തികപ്പള്ളിയിലെ ഈ സ്കൂളിൽ. അവിടെ കനത്ത മഴയെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം
തകർന്ന് വീണിരുന്നു. അവിടെ പണി പൂർത്തിയായ പുതിയ കെട്ടിടമുണ്ട്. പക്ഷേ ആ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റിയിരുന്നില്ല. ഈ കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വാദമൊക്കെ അതിനിടയിൽ ഉയരുന്നുണ്ട്. പക്ഷേ സ്കൂൾ അധികൃതർ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. പണി പൂർത്തിയായ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റുക, അത് തുറന്നു നൽകുക ആ കെട്ടിടം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ കളക്ടർ നൽകിയിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധം തുടരുകയാണ്. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വൈദ്യുതി ലൈനിലേക്ക് വീണ മരം മാറ്റുന്നതിനിടെ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീടിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് വീട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നതായി അയൽവാസി. മരണം സംഭവിച്ചു, ഇനിയെങ്കിലും വൈദ്യുതി ലൈൻ മാറ്റുമോ എന്നും അയൽവാസി അഷ്റഫ് ചോദിച്ചു. കുടുംബത്തിന്റെ പ്രതികരണമാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്താണ് കുടുംബം പറയുന്നത്? മിഥില, പക്ഷേ ഈ വീടിൻ്റെ മുകൾ നിലയിൽ കൂടിയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ആ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരം വീണത്. അങ്ങനെ 3:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സംഭവം അറിഞ്ഞ് ഇവിടെ വീണ ആളുടെ കരച്ചിൽ കേട്ട് ഇവിടെ എത്തിയ ആളൊരു എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട സാഹചര്യം എന്തായിരുന്നു? വന്ന സമയത്ത് ഇവിടെ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പം ലൈൻ പൊട്ടിയിട്ടൊന്നും ആദ്യം അറിഞ്ഞില്ല. അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞാനും ഇവിടെ അയൽവാസി സമീറയും കൂടിയാണ് വന്നത്. കരച്ചിൽ കേട്ട് വന്നായിരുന്നു? മോളെ നിലവിളി കിട്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ലൈൻ കയ്യിൻ്റെ അടുത്താണുള്ളത്. ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും കൈ കിട്ടാതെ ലാസ്റ്റ് കിട്ടിയത് ചൂലായിരുന്നു. അതുകൊണ്ട് വെച്ച് ഞങ്ങൾ ഒരു കയ്യിൽ നിന്ന് ലൈൻ തട്ടി മാറ്റിയിട്ട് എടുത്ത് കൊണ്ടുപോയത്. വീടിന് മുകളിൽ കൂടിയാണ് ലൈന് പോകുന്നത്. അപ്പോൾ അത് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന അവർ പറയുന്നത്. തീർച്ചയായും വീടിന് മുകളിലൂടെയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. അത് മാറ്റണമെന്ന് നിരവധി തവണ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണാം, അവിടെ നിന്നും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ നിന്നുമാണ് മരം ഈ കാണുന്ന വൈദ്യുതി ലൈനിലേക്ക്, അതായത് ടെറസിന് മുകളിലുള്ള വൈദ്യുതി ലൈനിലേക്ക് പൊട്ടി വീണത്. അങ്ങനെ ഈ മരം ഇങ്ങോട്ട് വീണു. അതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ ഈ ടെറസിന് താഴോട്ട് വീഴുകയായിരുന്നു. അറിയാതെ പുറത്തേക്ക് ഇത്തരത്തിൽ മരം വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന അവരുടെ ഫാത്തിമയുടെ ശരീരത്തിൽ ഈ ലൈൻ പതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ലൈൻ തൊട്ടുപോകുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ വീണത്. എത്തിയ ആളുകളെല്ലാം തന്നെ അവർ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. പിന്നീടാണ് ഇത് ഇത്തരത്തിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതാവാം എന്നൊരു സംശയത്തിലേക്ക് വന്നത്. ഉടൻ തന്നെ അവിടെ നമ്മൾ ഈ കാണുന്ന ഈ ചൂൽ ഉപയോഗിച്ച് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന. ഇപ്പോൾ ഒരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അവർക്കൊരു വനിതാ ജില്ലാ സെക്രട്ടറി വരുന്നു. കേരളത്തിൽ സുമലത മോഹൻദാസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ശ്രീകുമാരൻ അറിയിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാന കൗൺസിൽ അംഗമാണ് സുമലത മോഹൻദാസ്. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആകുന്നത് എന്ന് ശ്രീകുമാരൻ അറിയിക്കുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിമാർ വനിതകൾ ആയിട്ടില്ല കേരളത്തിൽ. ആ പതിവ് ഇത്തവണ മാറുകയാണ്. ചരിത്രത്തിലാദ്യമായി CPIക്ക് കേരളത്തിലൊരു വനിതാ ജില്ലാ സെക്രട്ടറി വരികയാണ്. നിലവിൽ സംസ്ഥാന കൗൺസിൽ അംഗമായ സുമലത മോഹൻദാസാണ് ഇപ്പോൾ CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആകുന്നത്. അവിടെ ജില്ലാ സമ്മേളന നടപടികൾ പൂർത്തിയാവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വനിത CPIയുടെ തലപ്പത്തെത്തുന്നത് പാലക്കാട് ജില്ലയിൽ. കണ്ണൂർ പഴയങ്ങാടി ചെമ്പലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടി യുവതി മരിച്ചു. വയലപ്ര സ്വദേശി റീമയാണ് മരിച്ചത്. 3 വയസ്സുകാരനായ മകന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കുട്ടിയെ ഷാൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച് പുഴയിലേക്ക് ചാടുകയായിരുന്നു. കുഞ്ഞനായ ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് മരണത്തിന് കാരണമെന്ന് റീമയുടെ ബന്ധുക്കൾ പറഞ്ഞു. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. സർവകലാശാല ഭാരതാംബ വിഷയങ്ങളിൽ ഭിന്നത തുടരുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രി നിർണായക കൂടിക്കാഴ്ച. രാജ്ഭവനിലെ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. ബില്ലുകൾ ഒപ്പിടണമെന്നും സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനം എടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രി ഗവർണർ നിർണായക കൂടിക്കാഴ്ച. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി പരിഹരിക്കുക, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയ പാനലിൽ ഉൾപ്പെട്ടവരെ പരിഗണിക്കുക, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ
ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ എന്നിവയിൽ ഗവർണർ ഒപ്പുവെക്കുക തുടങ്ങി നീണ്ട ആവശ്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി രാജ്ഭവനിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായി എന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി തുടരുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായാണ് വിവരം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വിളിക്കണമെങ്കിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കണമെന്ന വിസിയുടെ നിലപാടിൽ ചാൻസലറുടെ ഇടപെടൽ നിർണായകമാകും. താൽക്കാലിക വിസി നിയമനത്തിൽ ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ നാളെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഇരിക്കവെയാണ് ഗവർണറെ അണുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തിയത് എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. ഇനി പൊതുജനങ്ങൾ ജലസ് എന്ന പരിപാടി കാണാം. ഗൂഗിൾ രവി എത്തും. നമസ്കാരം.